എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പല കിങ്ഡംസ് പഠിക്കുമ്പോൾ ഇവർ ഏത് ഭാഗത്താണ്, ഏത് റീജിയനിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ഏത് കാലത്താണ് അവർ ഈ റീജിയൻ ഭരിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ടൈം മുതൽ നമ്മുടെ മുഗൾസിൻ്റെ, അതായത് മിഡീവിയൽ പീരീഡിൻ്റെ എൻഡ് വരുന്നത് മുഗൾസ് ആൻഡ് മറാത്ത കിങ്ഡം ആണ്. അതുവരേക്കുള്ള ഒരു ടൈം ലൈനും അതിൻ്റെ ഒരു മാപ്പുകളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ താലിസ്മാൻ IAS അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ പ്രീ ഹിസ്റ്ററി, അതായത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ളത് നമുക്ക് ആരംഭിക്കുന്നത് പാലിയോലിത്തിക് ഏജ് മുതലാണ്. അതായത് ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്ന ഏകദേശം 5 lakhs BC മുതൽ 9000 BC വരെയുള്ള പീരീഡ്. അതിനെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. പിന്നീട് വരുന്ന പീരീഡാണ് മീസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ്. അത് 9000 BC മുതൽ 4000 BC വരെയാണ്. ദെൻ കംസ് അവർ നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ്, ഏകദേശം 4000 BC മുതൽ 1000 BC വരെ. ഇതാണ് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൻ്റെ 3 വ്യത്യസ്തമായിട്ടുള്ള ഡിവിഷൻസ്. ഇനി ഈ ഡിവിഷൻസിൽ, അതായത് ഇപ്പം നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഇത് ഏതൊക്കെ റീജിയനിലാണ് നമുക്ക് കാണപ്പെട്ടിരുന്നത് എന്നതുകൂടെ നോക്കാം. അതായത് നമ്മുടെ പാലിയോലിത്തിക് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ്, ഇത് കണ്ടിരുന്നത് സോൺ വാലി ആൻഡ് പോത്വാർ പ്ലേറ്റോ ഓൺ ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ, ദെൻ ഷിവാലി ഹിൽസ് ഓഫ് നോർത്ത് ഇന്ത്യ, ബിംബേദ്ക ഇൻ മധ്യപ്രദേശ്, ആദംഗർ ഹിൽ നർമ്മദ വാലി, കുർണൂൾ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് അതിരമ്പക്കം നിയർ ചെന്നൈ. ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പാലിയോലിത്തിക് സൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മീസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മീസോലിത്തിക് റിമൈൻസ് were found in ലാൻഗഞ്ച് ഇൻ ഗുജറാത്ത്, ആദംഗർ ഇൻ മധ്യപ്രദേശ് ആൻഡ് ഓൾസോ ഇൻ സം പ്ലേസസ് ഓഫ് രാജസ്ഥാൻ, UP ആൻഡ് ബീഹാർ. ഇത്രയും പ്ലേസസിലാണ് നമുക്ക് മീസോലിത്തിക് സ്റ്റോൺ ഏജിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത്. ദെൻ കംസ് നിയോലിത്തിക് ഓർ സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ട്. കാശ്മീർ വാലി, Chirand in Bihar, Balan Valley in UP, and in several places of Deccan. The important Neolithic sites excavated in South India are Maski, Brahmagiri, Hallur, Kodekal in Karnataka, and Payambali in Tamil Nadu, and Uttanur in Andhra Pradesh. ഇത്രയാണ് നമ്മുടെ ന്യൂ സ്റ്റോൺ ഏജ് സൈറ്റുകൾ. ഇത്രയായപ്പോൾ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് കഴിയാണ്. ഇനി നമുക്ക് ഈ നിയോലിത്തിക് സ്റ്റോൺ ഏജ് പറഞ്ഞു, അതായത് ന്യൂ സ്റ്റോൺ ഏജ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന, അതായത് സ്റ്റോണിൻ്റെ എറ കഴിഞ്ഞു, ഇനി മെറ്റൽസിൻ്റെ എറ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്ന പീരീഡാണ്. അവിടെയാണ് നമ്മുടെ കോപ്പർ സ്റ്റോൺ അല്ലെങ്കിൽ കോപ്പർ ആൻഡ് ബ്രോൺസിൻ്റെയൊക്കെ യൂസേജ് വരുന്നത്. കോപ്പർ ആൻഡ് ബ്രോൺസിൻ്റെ യൂസേജ് വരുന്ന ചാൽക്കോലിത്തിക് പീരീഡാണ്. ഈ ഏകദേശം ഇതേ സമയത്താണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ ഉണ്ടാകുന്നത്. ചാൽക്കോലിത്തിക് പീരീഡ്, അതായത് കോപ്പർ സ്റ്റോൺ ഏജ് എന്നും വിളിക്കും, അല്ലെങ്കിൽ കോപ്പർ ആൻഡ് ബ്രോൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പീരീഡ്. അതായത് ന്യൂ സ്റ്റോൺ ഏജിന് ശേഷം വരുന്നത്. അടുത്ത ചാൽക്കോലിത്തിക് ഏജിന് ശേഷം വരുന്നതാണ് അയൺ ഏജ്. ഇത് നമുക്ക് വേദിക് പീരീഡിലാണ് ഈ ഒരു അയൺ ഏജിൻ്റെ ഒക്കെ ആരംഭം. ആ സീക്വൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂ സ്റ്റോൺ ഏജ്, ദെൻ ചാൽക്കോലിത്തിക്, ദെൻ അയൺ ഏജ്. ഇനി നമുക്ക് ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കാം. ഏകദേശം 2600 BC മുതൽ 1700 BC വരെയാണ് നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഈ ഹാരപ്പൻ സിവിലൈസേഷനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് പ്രീ ഹാരപ്പൻ, അതായത് ഹാരപ്പൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ ഹാരപ്പൻ, ദെൻ ഏർലി ഹാരപ്പൻ, മെച്യൂർ ഹാരപ്പൻ, ലേറ്റ് ഹാരപ്പൻ. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത ഡിവിഷൻസ് ആയിട്ട് ഹാരപ്പൻ സിവിലൈസേഷനെ തിരിക്കാൻ പറ്റും. Pre-Harappan stage is located in eastern Baluchistan. In this stage, the nomadic people began to lead a settled agricultural life. അതായത് അഗ്രികൾച്ചറൽ ലൈഫ്, അതായത് സെറ്റിൽ ചെയ്തിട്ട് നൊമാഡിക് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നത് ഈ പ്രീ ഹാരപ്പൻ സ്റ്റേജിലാണ്.
ദെൻ സിറ്റീസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഇനി ഇതിൻ്റെ ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നത് 1500 BC ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എൻഡ് ചെയ്യുന്നത്. ഇനി ഇത് മെയിനായിട്ട് കാണുന്ന റീജിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടിജി ഇൻ സിന്ധ്, ദെൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ, റൂപ്പാർ ഇൻ പഞ്ചാബ്, ബനവാലി ഇൻ ഹരിയാന, ലോത്തൽ, സർക്കോട്ടഡ, ധോളവിര, ഓൾ ദ 3 ഇൻ ഗുജറാത്ത്. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നിട്ടുള്ള ഇന്ത്യയിലെ ഏരിയാസ് ഏതൊക്കെയാണ്, പേരുകൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു. ഏർലി ഹാരപ്പൻ, മെച്ചുവർ ഹാരപ്പൻ, ലേറ്റ് ഹാരപ്പൻ. ഏർലി ഹാരപ്പനിൽ എന്തുണ്ടാവുന്നത്? പീപ്പിൾ ലിവ്ഡ് ഇൻ ലാർജ് വില്ലേജസ് ഇൻ ദ പ്ലെയിൻസ്. The transition from rural to urban life took place during this period. In mature Harappan stage, great cities emerged. Mature Harappan ആവുമ്പോഴാണ് കുറച്ചും കൂടെ സിറ്റീസ് എമർജ് ആവുന്നത്. In late Harappan stage, the decline of Indus culture started. ഡിക്ലൈൻ ആരംഭിക്കുന്നത് ലേറ്റ് ഹാരപ്പൻ സ്റ്റേജിലാണ്. ഇതാണ് നമ്മുടെ ഹാരപ്പൻ കൾച്ചർ ഉണ്ടായിരുന്നിട്ടുള്ള മെയിൻ കുറച്ച് ഏരിയാസ്. നോക്കാം. റൂപ്പാർ, കാലിബംഗൻ, ഹാരപ്പ, മോഹൻജദാരോ, ചൻഹുദാരോ, ലോത്തൽ. ഇനി ഏർലി ഹാരപ്പനും മെച്ചുവർ ഹാരപ്പനും തമ്മിലുള്ള ആ ഒരു റീജിയൻ നമുക്ക് ഈ രണ്ട് മാപ്പിൽ കാണാൻ സാധിക്കും. കൂടുതലായിട്ട് നമുക്ക് മെച്ചുവർ ഹാരപ്പനിലാകുമ്പോൾ കുറച്ചും കൂടെ ഏരിയാസ്, കുറച്ചും കൂടെ സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇനി അറൗണ്ട് ദിസ് പീരീഡ് ആണ് നമ്മുടെ, അതായത് ആ ഒരു ലേറ്റർ ഹാരപ്പൻ സ്റ്റേജ്, ആ സമയത്താണ് ഇൻഡോ ആര്യൻ ലാംഗ്വേജ് സംസാരിക്കുന്ന, അതായത് സംസ്കൃതം സംസാരിക്കുന്ന കുറേ ആൾക്കാർ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക് അറൈവ് ചെയ്യുന്നത് ഫ്രം ഇൻഡോ ഇറാനിയൻ റീജിയൻ. നമ്മളിതിനെ ആര്യൻ ഇൻവേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ദേ ഇൻക്ലൂഡ് പീപ്പിൾ ഫ്രം ആർട്ടിക് റീജിയൻ, ജർമ്മനി, സെൻട്രൽ ഏഷ്യ ആൻഡ് സദേൺ റഷ്യ. ദെയർ ഇനീഷ്യൽ സെറ്റിൽമെന്റ്സ് വേർ ഇൻ ദ വാലീസ് ഓഫ് നോർത്ത് വെസ്റ്റ് ആൻഡ് ഇൻ ദ പ്ലെയിൻസ് ഓഫ് പഞ്ചാബ്. അതായത് നോർത്ത് വെസ്റ്റ് കൂടെയാണ് അവർ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. Later they move into Indo-Gangetic plains. As they were mainly cattle keeping people, they were mainly in search of pastures. അതായത് അവർ കുറച്ചും കൂടെ ഈ കാറ്റിൽ റെയറിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരു അഗ്രികൾച്ചർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ കാറ്റിൽ റെയറിങ്ങിനാണ് കൊടുത്തിരുന്നത്. ദിസ് പീരീഡ് ബിഗിൻ ബിറ്റ്വീൻ 1500 BC to 600 BC. ആൻഡ് ഇതിനെയാണ് നമ്മൾ വേദിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ എൻഡ് ചെയ്തതിന് ശേഷം ആര്യൻസ് ഇൻവേഡ് ചെയ്യുന്നു. ആര്യൻസ് വന്ന് ഏകദേശം ഒരു 1500 BC മുതൽ 600 BC വരെയുള്ളതാണ് നമ്മുടെ വേദിക് പീരീഡ്. ഈ വേദിക് പീരീഡിനെ തന്നെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഏർലി വേദിക്, അതായത് ഋഗ്വേദിക് പീരീഡ് എന്ന് പറഞ്ഞ് 1500 BC മുതൽ 1000 BC വരെയും, ദെൻ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറഞ്ഞ് 1000 BC മുതൽ 600 BC വരെയും. In the beginning of the 6th century BC, the North India consists of a large number of independent kingdoms. അതായത് ഈ ലേറ്റർ വേദിക് പീരീഡ് അവസാനിക്കുന്ന ഏകദേശം ഒരു 600 BC സമയത്താണ്. ആ സമയത്ത് ഏകദേശം ഒരു 16 ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഈ നോർത്ത് ഇന്ത്യ റീജിയനിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ 16 മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പേരുകൾ നോക്കുക. അംഗ, മഗധ, കാശി, കൊസാല, വാജി, മല്ല, ചെടി, വത്സ, കുരു, പാഞ്ചാല, മത്സ്യ, സുർസേന, അസ്മാക, അവന്തി, ഗാന്ധാര, കാംബോജ. ഇത്രയാണ് നമ്മുടെ 16 മഹാജനപദാസ്. ഈ മഹാജനപദാസിൽ മഗധ എന്നുള്ള ഒരു കിങ്ഡം, അത് ബാക്കിയുള്ള എല്ലാ മഹാജനപദാസിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ളും പ്രോസ്പെറസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ അവർ ഒരു പാൻ ഇന്ത്യൻ കിങ്ഡം ആയിട്ട് മാറുന്നു. ഏകദേശം ഒരു 300 BC, 327 to 325 BCയിലാണ് അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത്. Immediate effect of Alexander's invasion was that it encouraged political unification of North India under Mauryas. അതായത് മൗര്യാസ് എന്നുള്ള ഒരു പാൻ ഇന്ത്യൻ കിങ്ഡം എമർജ് ചെയ്യാനായിട്ട് ഈ അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻ കാരണമാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ 16 മഹാജനാപദസ്. നോക്കി വയ്ക്കുക, ഇവിടേക്കാണ് ഏതൊക്കെ കിങ്ഡംസ് ആണ് ഉണ്ടാവുന്നത്. ഇനി അടുത്താണ് നമ്മുടെ മൗര്യൻ എംപയർ. ഫസ്റ്റ് പാൻ ഇന്ത്യൻ എംപയർ ആണ് മൗര്യൻ എംപയർ. അവർ 321 BC മുതൽ 184 BC വരെയാണ് അവരുടെ ഒരു കാലം. ഈ മാപ്പിൽ കാണിച്ചിട്ടുള്ളതാണ് അവരുടെ ഒരു എംപയർ. ചന്ദ്രഗുപ്ത മൗര്യ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റലിജൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ
astute Brahmin Kautilya usurped the throne by defeating Dhanananda in 321 BC. ഈ ധനനന്ദനെ തോൽപ്പിച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗഡില്യ, അതായത് നമ്മുടെ ചാണക്യ എന്ന് പറയുന്ന കൗഡില്യന്റെ സഹായത്തോടെയാണ് മൂപ്പര് ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു കിങ്ഡത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പഠിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ടൈം ലൈൻ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ. അവരുടെ ഏരിയാസും അവരുടെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ആ ഒരു ഏരിയാസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ കിങ്ഡത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മൗര്യ കിങ്ഡം ഇത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നീട് അതിന് വരുന്ന രാജാക്കന്മാർ ഈ മൗര്യൻ കിങ്ഡത്തിൽ പെട്ടതാണ് അശോകൻ. അശോക ദ ഗ്രേറ്റ് വാസ് എ തേർഡ് കിങ് ടു ദ മൗര്യൻ എംപയർ. അദ്ദേഹമാണ് പിന്നെ കലിംഗ വാറിന് ശേഷം അദ്ദേഹം ഈ ഒരു ബുദ്ധമതം സ്വീകരിക്കുകയും വാറിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബുദ്ധിസത്തിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നു. അശോക 232 BC അദ്ദേഹം മരിക്കുകയാണ്. വാസ് ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് മൗര്യൻ എംപയർ ഇൻ ടു 2 പാർട്സ്. അതായത് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ മൗര്യൻ എംപയർ എന്നുള്ളത് വെസ്റ്റേൺ പാർട്ടും ഈസ്റ്റേൺ പാർട്ടും ആയിട്ട് 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ആവുന്നു. ഇതിൽ വെസ്റ്റേൺ പാർട്ടിൽ ഈ ബാക്ട്രിയൻസ്, അതായത് വെസ്റ്റേൺ റീജിയൻ നമുക്കറിയാം പുറത്തുനിന്നുള്ള ഇൻവേഷന് പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്നുള്ള ഇൻവേഷൻ കാരണം ആ ഒരു വെസ്റ്റേൺ പാർട്ട് പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവുന്നു. ദെൻ ഗ്രാജുവലി അശോകന് ശേഷം വരുന്ന കിങ്സ് എല്ലാം കുറച്ചും കൂടെ വീക്കായിരുന്നു. അശോകൻ ഓൾറെഡി ആ ഒരു സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു രീതിയിൽ നിന്നൊക്കെ മാറി ബുദ്ധമതത്തിൽ ചേർന്ന് വിശ്വസിച്ച് പോന്നിരുന്നു. അപ്പോൾ പിന്നീട് വരുന്ന രാജാക്കന്മാർക്ക് ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ എംപയർ ഉണ്ടാക്കാന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇമ്മീഡിയറ്റ്ലി ഈസ്റ്റേൺ സെക്ടറിൽ കലിംഗ അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ സൗത്തിൽ സതവാഹനാസ് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം രൂപീകരിക്കുന്നു. ആസ് എ റിസൾട്ട് ദ മൗര്യൻ റൂൾ വാസ് കൺഫൈൻഡ് ടു ഗാൻജറ്റിക് വാലി ആൻഡ് ഇറ്റ് വാസ് സൂൺ റീപ്ലേസ്ഡ് ബൈ സുംഗ ഡൈനാസ്റ്റി. അപ്പോൾ മൗര്യൻസിന്റെ വെസ്റ്റേൺ പാർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു ബാക്ട്രിയൻസ് ഇൻവേഡ് ചെയ്യുന്നു. ഈസ്റ്റേൺ പാർട്ടിൽ കലിംഗ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നു. സദേൺ പാർട്ടിൽ സതവാഹനാസ് ഇൻഡിപെൻഡന്റ് ആവുന്നു. ദെൻ മൗര്യൻ റൂൾ എന്ന് പറഞ്ഞാൽ ഗാൻജറ്റിക് വാലിയിലെ കുറച്ച് റീജിയൻസ് മാത്രമായിട്ട് ചുരുങ്ങുന്നു. അതും കുറച്ച് കഴിയുമ്പോൾ സുംഗ ഡൈനാസ്റ്റി വന്ന് റീപ്ലേസ് ചെയ്യുന്നു. നമുക്ക് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ബാക്ട്രിയൻസ് ഇൻവേഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഇൻവേഷൻ നടക്കുന്നുണ്ട്. ബാക്ട്രിയൻസ് മാത്രമല്ല, ദെൻ ഷാക്കാസ്, കുഷാനാസ് അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് ആ ഒരു റീജിയൻ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് മൗര്യൻ കിങ്ഡത്തിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പോസ്റ്റ് മൗര്യൻ പീരീഡ് വരുന്നത്. മൗര്യൻസിന്റെ പതനത്തിന് ശേഷം പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന കിങ്ഡംസ്, അതായത് നമ്മൾ പറഞ്ഞു ഈ വെസ്റ്റേൺ റീജിയനിലൊക്കെ ഇൻവേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നോർത്ത് ആൻഡ് വെസ്റ്റ് റീജിയൻ ഈസ് കൊളാപ്സ്ഡ് ഡ്യൂ ടു ബാക്ട്രിയൻ ഇൻവേഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു സീക്വൻസ് ഓഫ് ഇൻവേഷൻ ആരൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ബാക്ട്രിയൻസ് ആണ് 2nd century BC. ദെൻ ഷാക്കാസ് 1st century BC മുതൽ 4th century AD വരെ അവരുണ്ടായിരുന്നു. ദെൻ പാർത്തിയാൻസ്, ദെൻ കുഷാനാസ്. ഇതാണ് നമുക്ക് വരുന്ന ബാക്ട്രിയൻ ഇൻവേഷൻ. ഇക്സാപാക്കൂസ് ആണ് നമ്മൾ ചുരുക്കി പഠിക്കുന്നത്. ഇക്സാപാക്കു എന്ന് വെച്ചാൽ ഇൻഡോ ഗ്രീക്സ്, ദെൻ ഷാക്കാസ്, പാർത്തിയാൻസ്, കുഷാനാസ്. ഇതാണ് നോർത്ത് വെസ്റ്റിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻവേഷൻസ്. ദെൻ സൗത്തിൽ ആ സമയത്ത് കലിംഗ എന്നുള്ള കിങ്ഡം, ചെടി ഡൈനാസ്റ്റി അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ദെൻ ശതവാഹന ഡൈനാസ്റ്റി ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ദെൻ ഗാൻജറ്റിക് പ്ലെയിനിൽ ശുംഗ ഡൈനാസ്റ്റി എമേർജ് ചെയ്യുന്നു. ഇനി 73 BC ആകുമ്പോൾ ശുംഗനെ റീപ്ലേസ് ചെയ്തിട്ട് കൻവ ഡൈനാസ്റ്റി അവിടെ എമേർജ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോസ്റ്റ് മൗര്യൻ കിങ്ഡംസ് വരുന്നത്. അവരുടെ മാപ്പുകൾ നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം ശതവാഹനാസ് ഉണ്ട്. സൗത്തിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് എന്ന് പറഞ്ഞ് 2 കിങ്ഡം മാത്രമുള്ളൂ. നോർത്തിലാണെങ്കിൽ ഈ ഇൻവേഷൻ കാരണം ഓരോ കിങ്ഡംസും മാറി മാറി വരുന്നുണ്ട്. ശുംഗ ഡൈനാസ്റ്റി കുറച്ച് കഴിഞ്ഞ് പിന്നെ കൻവി ആവുന്നുണ്ട്. ഇതാണ് അവരുടെ മാപ്പ്. ഇനി അതിന് ശേഷം നമുക്ക് സൗത്തിലെ കാര്യങ്ങൾ നോക്കാം. സൗത്ത് ഈ സമയത്ത്, അതായത് ഏകദേശം ഒരു 1st century AD തൊട്ട് 3rd century AD വരെയുള്ളതിനെയാണ് നമ്മൾ സംഗം ഏജ് എന്ന് വിളിക്കുന്നത്. ഈ സംഘം ഫ്ലറിഷ്ഡ് അണ്ടർ ദ റോയൽ പാട്രോണേജ് ഓഫ് പാണ്ഡ്യാസ്.
The first Sangam held at Madurai and was attended by gods and legendary sages, but no literary work of the Sangam was available. ആ ഒരു ഫസ്റ്റ് സംഘത്തിൻ്റെ ഒന്നും നമുക്ക് എവിഡൻസസ് ഒന്നും അവൈലബിൾ അല്ല. തേർഡ് സംഘം മുതലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദ സെക്കൻഡ് സംഘം വാസ് ഹെൽഡ് അറ്റ് കാപ്പാടപുരം, ബട്ട് ഓൾ ദ ലിറ്റററി വർക്ക്സ് ഹാഡ് പെരീഷ്ഡ് എക്സെപ്റ്റ് തോൽക്കാപ്യം. തോൽക്കാപ്യം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലിറ്റററി വർക്ക്സും സെക്കൻഡ് സംഘത്തിൻ്റെയും നശിച്ചു പോകുന്നു. ദെൻ തേർഡ് സംഘം മധുരയിൽ തന്നെയാണ് നടക്കുന്നത്, ഫൗണ്ടഡ് ബൈ മുടത്തിരുമാരൻ. It was attended by large number of poets who produced voluminous literature, but only few had survived. ഇതിൻ്റെ നമുക്ക് കുറച്ച് ലിറ്റററി വർക്ക്സ് മാത്രമാണ് സർവൈവ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് എക്സ്ട്രീം സൗത്തിലേക്ക് വരുമ്പോൾ ഒരു 3 കിങ്ഡംസ് ആണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ചോള, ചേര, പാണ്ഡ്യ. ചേരാസ് ഹൂ കൺട്രോൾ ദ മലബാർ ഏരിയ, അതായത് നമ്മുടെ കേരള റീജിയനൊക്കെ ചേരാസ് ആയിരുന്നു. ദെൻ ചോളാസ് ഹൂ ഹെൽഡ് sway on southeast coast and Kaveri Valley. Then Pandyas whose power center lay around the top of the empire. അതായത് സൗത്തിലെ ഈ രണ്ടെണ്ണത്തിന് മേലെയുള്ള റീജിയൻസ് എല്ലാം നമ്മുടെ പാണ്ഡ്യാസിൻ്റെ. These chiefdoms were prominent even during the Mauryan Empire. അത് മൗര്യൻ എംപയറിൻ്റെ കാലത്തും ഈ സൗത്തിൽ ഈ ഒരു 3 കിങ്ഡംസ് പ്രോമിനൻ്റ് ആയിരുന്നു, ചോള, ചേര, പാണ്ഡ്യ. Then Tamil country was ruled by the 3 dynasties, namely the Chera, Chola, Pandyas during the Sangam age. Cheras ruled over parts of modern Kerala. Their capital was Vanchi and their important seaports were Tondi and Musiri. Chola kingdom of the Sangam period extended from modern Tiruchi district to southern Andhra Pradesh. The Pandyas ruled over the present day southern Tamil Nadu. Their capital was Madurai. Then towards the end of the 3rd century AD, the Sangam period is slowly witnessed its decline. അതായത് ഒരു 3rd century AD ആയപ്പോഴേക്കും ഈ സംഘം ഏജ് പതുക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ചോള, ചേര ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കാലബ്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കിങ്ഡം, കാലബ്രാസ് എന്ന് പറഞ്ഞ് പുതിയ ആൾക്കാർ ഇവിടെ വന്ന് ഓക്യുപ്പൈ ചെയ്യാണ്. അത് ഏകദേശം ഒരു 2.5 സെഞ്ചുറി ഈ കാലബ്രാസിൻ്റെ റൂൾ ഉണ്ടാവുന്നുണ്ട്. ഈ കാലബ്രാസിനെ പിന്നെ വീണ്ടും നമ്മുടെ പല്ലവാസും പാണ്ഡ്യാസും വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു 2.5 സെഞ്ചുറിക്ക് ശേഷം. അപ്പോൾ നമുക്കറിയാം ചോളചേര പാണ്ഡ്യാസിനെ കാലബ്രാസ് വന്ന് റീപ്ലേസ് ചെയ്യുന്നു, തിരിച്ചവരെ പല്ലവാസും പാണ്ഡ്യാസും റീപ്ലേസ് ചെയ്യുന്നു ആഫ്റ്റർ 2.5 സെഞ്ചുറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ സദേണിൽ നമ്മൾ സതവാഹന കിങ്ഡം എമർജ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു മൗര്യൻസിന് ശേഷം, പോസ്റ്റ് മൗര്യൻ. അപ്പോൾ നമുക്ക് ആ കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ശതവാഹന കിങ്ഡം ഫസ്റ്റ് BC തൊട്ട് 3rd century AD, അതായത് കറണ്ട് ഇയർ. The reign of Satavahana dynasty started during the 1st century BC and concluded in the mid-3rd century CE. Simukha was the founder of Satavahana dynasty and he is believed to have destroyed the Shunga power. സതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ സിമുഖയാണ്. അദ്ദേഹമാണ് സുങ്ക പവറിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒരു ശതവാഹന കിങ്ഡം ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ശതവാഹന കിങ്ഡത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളറായി കണക്കാക്കുന്നത് ഗൗതമിപുത്ര ശതകർണിയാണ്. ശതവാഹന കിങ്ഡം മേജർലി കംപ്രൈസ്ഡ് പ്രസന്റ് ആന്ധ്രാപ്രദേശ്, അതായത് ഏതൊക്കെ റീജിയൻസ് ആണെന്നാണ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഈ ഒരു റീജിയൻസ് ആണ് മെയിനായിട്ട് ശതവാഹന കിങ്ഡം ഉണ്ടായിരുന്നത്. At times their rule also includes parts of Gujarat, Karnataka as well as Madhya Pradesh. ഇനി അവർ ചില സമയത്ത് അവരുടെ റൂൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ് റീജിയനിൽ വരെ എത്തിയിരുന്നു. They were successful in defending their areas from foreign invaders and had many battles with the Shakas. നമ്മൾ പറഞ്ഞു നോർത്ത് വെസ്റ്റ് റീജിയനിൽ നമുക്ക് ഒരുപാട് ഇൻവേഷൻസ് വന്നിട്ടുണ്ട്. ഇക്സാപാക്കൂസിൻ്റെ ഇൻവേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവർ സാഗാസായിട്ട് ഒരുപാട് ബാറ്റിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അവരുടെ ഈ ഒരു ശതവാഹനാസിൻ്റെ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്ത് വരുന്നതാണ് വെസ്റ്റേൺ സത്രപ്സ്. വെസ്റ്റേൺ സത്രപ് 35 തൊട്ട് 405 AD വരെയാണ്. ഇവർ സാഗ റൂളേഴ്സ് ഓഫ് ദ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ പാർട്സ് ഓഫ് ഇന്ത്യ, അതായത് സാഗ റൂളേഴ്സിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വെസ്റ്റേൺ സത്രപ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഏരിയ വരുന്നത് സൗരാഷ്ട്ര ആൻഡ് മാൾവ റീജിയനാണ്, അതായത്
ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഈ ഏരിയാസിലാണ് വെസ്റ്റേൺ സത്രപ്സ് കാണുന്നത്. They were contemporaneous with the Kushanas who ruled the northern part of Indian subcontinent and the Satavahanas who ruled central India. അതായത് ശതവാഹനാസിൻ്റെയും കുശാനാസിൻ്റെയും സെയിം ടൈമിൽ തന്നെയാണ് വെസ്റ്റേൺ സത്രപ്സും ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. The power of western satraps started to decline in the 2nd century CE after the Shaka rulers were defeated by Emperor Gautamiputra Satakarni of Satavahana dynasty. അതായത് ശതവാഹന ഡൈനാസ്റ്റിയുടെ ഗൗതമിപുത്ര ശതകർണി ഈ ശാക റൂളേഴ്സിനെ തോൽപ്പിച്ച ആ ഒരു സമയം തൊട്ട് ഇവരുടെ പവർ പതുക്കെ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ വെസ്റ്റേൺ സത്രപ്സ് എന്നുള്ളത് ശാകാസിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു റീജിയനാണ്. അടുത്താണ് സുങ്കാസ്. നമ്മൾ പറഞ്ഞു ഗാൻജറ്റിക് വാലിയിലെ മൗര്യാസിനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് സുങ്കാസ്. Shunga dynasty came to power after the decline of Mauryan Empire around 185 BC. They held the viceroyship of Ujjain region during the Mauryan rule. അതായത് മൗര്യൻ പീരീഡിൽ ഉജ്ജയിനിൻ്റെ വൈസ്രോയഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ശുങ്കാസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു കിങ്ഡമായിട്ട് എമർജ് ചെയ്യുന്നത്. The Shunga Empire includes Ganga Valley up to Narmada River and parts of North India and Vidisha. The capital of Shunga dynasty in the initial period was Pataliputra. Founder of Shunga dynasty was Pushyamitra Shunga. ഇദ്ദേഹം ഇവരുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞ ആള് ലാസ്റ്റ് മൗര്യൻ കിങ് ആയിട്ടുള്ള ബൃഹദ്രഥന്റെ ആർമി ചീഫ് ആയിരുന്നു. പുള്ളിയാണ് പിന്നെ ഈ ഉജ്ജയിൻ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ ശുങ്ക കിങ്ഡം തന്നെ ഉണ്ടാക്കുന്നത്. ഇനി 73 BC ആകുമ്പോൾ ശുങ്കാസിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്നതാണ് കൻവ ഡൈനാസ്റ്റി. കൻവ ഡൈനാസ്റ്റി ഹാഡ് എ റൂളിംഗ് ഫേസ് ഫ്രം 72 BC to 28 BC. The Kanva dynasty was founded by Vasudeva Kanva. ഇദ്ദേഹമാണ് കൻവ ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ. It is believed that Vasudeva Kanva killed the Shunga ruler Devabudhi and established his own empire in 72 BC. ശുങ്ക റൂളർ ആയിട്ടുള്ള ദേവഭൂതിനെ കൊന്നിട്ടാണ് വസുദേവ കൻവ അദ്ദേഹത്തിന്റെ കിങ്ഡം സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപയർ വാസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു പാർട്സ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഇന്ത്യ. ഇത് കുറച്ചും കൂടെ ഈസ്റ്റിലേക്കും സെൻട്രലിലേക്കും മാത്രമായിട്ടാണ് കൻവാസിന്റെ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നത്. കൻവ ഡൈനാസ്റ്റി ഹാഡ് ഡിക്ലൈൻഡ് claimed Vidisha as their capital. വിദീഷ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. Then Shatavahana dynasty defeated the Kanva dynasty and established their empire. ശതവാഹനാസ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് കൻവാസിനെ തോൽപ്പിച്ച് അങ്ങോട്ടും കൂടെ ശതവാഹനാസ് എക്സ്പാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൻവാസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി അടുത്ത് വരുന്നൊരു മേജർ കിങ്ഡം ആണ് ഗുപ്താസ്. ഗുപ്ത പീരീഡ് വരുന്നത് ഏകദേശം 319 AD തൊട്ട് 540 AD വരെയാണ്. അപ്പോൾ നമുക്കറിയാം ഗുപ്താസ് പതുക്കെ എമർജ് ചെയ്ത് വരുന്നു. അപ്പോൾ പതുക്കെ മുമ്പ് ഉണ്ടായിരുന്ന പല കിങ്ഡംസും പെറിഷ് ചെയ്ത് പോവും, പുതിയ കിങ്ഡംസ് എമർജ് ആവും. ഗുപ്താസ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നോർത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് അവരുടെ കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്ന ശതവാഹനാസും ഇവരെല്ലാം പോയി പുതിയ പുതിയ വേറെ കിങ്ഡംസ് വരും. നമുക്ക് ഗുപ്ത പീരീഡിൽ നോക്കുമ്പോൾ അറിയാം, കൂടെ നമുക്ക് ഈ മാപ്പിൽ കാണിക്കുന്നുണ്ട് വകതകാസ് എന്ന് പറഞ്ഞിട്ടൊരു കിങ്ഡം ഉണ്ട്. ദെൻ ഈ കാലബ്രാസ് നമ്മൾ പറഞ്ഞു, ഈ ചോളചേര പാണ്ഡ്യാസിനെ റീപ്ലേസ് ചെയ്ത് കാലബ്രാസ് വരുന്നു. ഈ കാലബ്രാസിനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പല്ലവാസും പാണ്ഡ്യാസും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗുപ്താസിന്റെ ചേർത്ത് പഠിക്കേണ്ട ഒരു കിങ്ഡം ആണ് വകതകാസ്. ദെൻ ഗുപ്ത എംപയർ നോക്കാം. 4th century തൊട്ട് 6th century AD വരെയാണ് ഇവരുടെ പീരീഡ് വരുന്നത്. ഓൺ റൂയിൻ ഓഫ് കുഷാൻ എംപയർ റോസ് ദ ഗുപ്ത എംപയർ. കുഷാനന്മാരുടെ റൂയിനാണ് ഗുപ്തയുടെ എമർജ് ചെയ്യാനുള്ള കാരണം. കോൺസ്റ്റിറ്റ്യൂട്ട് മെജോറിറ്റി ഓഫ് UP ആൻഡ് ബീഹാർ റീജിയൻ ആണ് ഇവർ മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. മെയിൻ സെൻറ്റർ ഓഫ് പവർ അറ്റ് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ്. ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി വാസ് ശ്രീഗുപ്ത. ശ്രീഗുപ്തയ്ക്ക് ശേഷം പിന്നെ സക്സീഡ് ചെയ്ത് വരുന്നത് ഗഡോൽഖശ, ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത ആൻഡ് ചന്ദ്രഗുപ്ത II. ഇതിൽ സമുദ്രഗുപ്തയാണ് ഇന്ത്യൻ നെപ്പോളിയൻ, ചന്ദ്രഗുപ്ത II ആണ് വിക്രമാദിത്യനായിട്ട് പറയുന്നത്. ഇനി ഇവരുടെ ഒരു ഡിക്ലൈൻ ഉണ്ടാവാനുള്ള കാരണം പറയുന്നുണ്ട്. ഡ്യൂ ടു ദ ഇൻവേഷൻ ഓഫ് ഹ്യൂണാസ് ഫ്രം സെൻട്രൽ ഏഷ്യ. അതായത് നമ്മുടെ ഈ വെസ്റ്റേൺ റീജിയൻ ഹ്യൂണന്മാരുടെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്, അതൊരു കാരണമാണ്. ദെൻ ഡ്യൂ ടു റൈസ് ഓഫ് യശോദവർമ്മൻ ഇൻ മാൾവ. മാൾവ റീജിയനിൽ യശോദവർമ്മന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇത് കാരണമാണ് ഗുപ്ത എംപയർ 6th century AD റൂയിൻ ആവുന്നത്.
നമ്മൾ ആ നേരത്തുള്ള ഒരു കണ്ടംപററി കിങ്ഡംസ് ആണ് വഗതക ഡൈനാസ്റ്റി. വഗതക realm reached out from the southernmost point of Malwa and Gujarat in the north to Tungabhadra river in the south. അതായത് ഏകദേശം ഗുജറാത്ത് തൊട്ട് തുംഗഭദ്ര റിവർ വരെയുണ്ട് ഇവരുടെ ഒരു ഏരിയ. ആൻഡ് ഫ്രം അറേബ്യൻ സീ ഇൻ ദ വെസ്റ്റ് ടു എഡ്ജസ് ഓഫ് ഛത്തീസ്ഗഡ് ഇൻ ഈസ്റ്റ്. സതവാഹനാസ് ഇൻ പെനിൻസുലാർ ഇന്ത്യ വാസ് സക്സീഡഡ് ബൈ വഗതകാസ്. അതായത് സതവാഹനാസിനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് വഗതകാസ് ഈ ഡെക്കാൻ റീജിയനിൽ. വഗതകാസ് were the contemporaries of Guptas in North India. ഇതാണ് വഗതകാസിൻ്റെ ആ ഒരു ഏരിയ. മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഗുപ്താസ് ആണ്. ഈ ഒരു ഡെക്കാൻ ഏരിയയിലാണ് വഗതകാസ്. നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. 2nd century BC to 3rd century CE ആണ് നമ്മുടെ കുഷാൻ കിങ്ഡം വരുന്നത്. ദെൻ കുഷാനന്മാരെ റീപ്ലേസ് ചെയ്തിട്ട് ഗുപ്ത എംപയർ വരുന്നു. ദെൻ ഗുപ്തന്മാരുടെ ആ ഒരു ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഏർലി മിഡീവൽ ഇറ സ്റ്റാർട്ട് ചെയ്യാണ്. 600 തൊട്ട് 1300 CE വരെയാണ് ഏർലി മിഡീവൽ. ദെൻ ഡൽഹി സുൽത്താനേറ്റിൻ്റെ പീരീഡാണ് 1206 തൊട്ട് 1526. ഇനി ഇതിന് ശേഷം നമുക്ക് മുഗൾ എംപയർ വരുന്നു. ഈ ഗുപ്ത അതായത് പോസ്റ്റ് ഗുപ്ത പീരീഡിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള നമ്മൾ ഗുപ്തന്മാരുടെ അത് പറഞ്ഞു, ഹ്യൂണന്മാരുടെ ഇൻവേഷൻ കാരണം അവർ ഡിക്ലൈൻ ആവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റ് ഗുപ്ത പീരീഡിലുള്ള മെയിൻ കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നതാണ് വർധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റി. പുഷ്യഭൂതീസ് were feudatories ഓഫ് ഗുപ്ത. അതായത് ഗുപ്തന്മാരുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പുഷ്യഭൂതീസ്. ദേ ബിക്കേം ഇൻഡിപെൻഡന്റ് ആഫ്റ്റർ ഹ്യൂണ ഇൻവേഷൻ. ഹ്യൂണന്മാരുടെ ഇൻവേഷന് ശേഷം പതുക്കെ ഇവർ ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം ആയിട്ട് എമർജ് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഓഫ് ദിസ് ഡൈനാസ്റ്റി were പ്രഭാകർ വർദ്ധന, ആദിത്യവർദ്ധന, ദെൻ ഹർഷവർദ്ധന. Harshavardhana is considered as one of the most prominent Indian emperors in the 7th century AD. He built a huge empire that extended from north and northwest India till the Narmada in south. His capital was Kannauj. His death marks the end of Pushyabhudi dynasty and beginning of Muslim rule over North India. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മരണശേഷമാണ് ഇന്ത്യയിൽ ആ ഒരു മുസ്ലിം റൂള് ഉണ്ടാവുന്നത്. അപ്പോൾ ഹർഷവർദ്ധനെയാണ് പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ മെയിൻ കിങ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കാനൂജ് ആയിരുന്നു. ഇതാണ് അവരുടെ ഒരു മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യ ഹർഷൻ ടെമ്പിൾ അതാണ് പുഷ്യഭൂതി ഡൈനാസ്റ്റി. ഇനി അതേ സമയത്ത് കണ്ടംപററി ആയിട്ട് ഉണ്ടായിരുന്നവരാണ് ചാലൂക്യ ഡൈനാസ്റ്റി, ദെൻ പല്ലവാസ്, അല്ല ഗുജാര പ്രതിഹാര, നോർത്തിൽ ഗുജാര പ്രതിഹാര, ഇവിടെ ചാലൂക്യ ഡൈനാസ്റ്റി. ഇത് പോസ്റ്റ് ഗുപ്ത പീരീഡാണ്. ഏകദേശം ഇതെല്ലാം ഒരു 600 ശേഷമുള്ളതെല്ലാം ഏർലി മിഡീവിയൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇവരുടെ ഈ സമയത്ത് തന്നെ ഡെക്കാനിൽ ഉണ്ടായിരുന്ന കിങ്ഡമാണ് ചാലൂക്യാസ്. 6th century തൊട്ട് 12th century വരെയാണ് ഇവരുടെ പീരീഡ് വരുന്നത്. ഏൻഷ്യൻറ്റ് ഡൈനാസ്റ്റി ഹൂ റൂൾഡ് ലാർജ് പാർട്സ് ഓഫ് സദേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ ബിറ്റ്വീൻ 6th and 12th century. There were 3 distinct but related ചാലൂക്യ ഡൈനാസ്റ്റീസ്. അതായത് ചാലൂക്യൻ തന്നെ 3 ചാലൂക്യ ഡൈനാസ്റ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ബാദാമി ചാലൂക്യ, ദ ഏർലിയസ്റ്റ് ചാലൂക്യൻ വിത്ത് ദെയർ ക്യാപിറ്റൽ അറ്റ് ബാദാമി. ദറ്റ് ഈസ് ഇൻ കർണാടകയിലുള്ള ഒരു ഏരിയ ആണ് ബാദാമി. പുലികേശി II was the greatest king of Badami Chalukya and declined in 642 AD. അടുത്തതാണ് ഈസ്റ്റേൺ ചാലൂക്യ, emerged after the death of പുലികേശി II in eastern Deccan with capital at Venki, ruled up to 11th century. Then comes western Chalukya, the descendants of the Badami Chalukya. They emerged in the late 10th century and ruled from Kalyani. After their decline, Rashtrakuta became powerful. അപ്പോൾ നമുക്ക് ചാലൂക്യാസ് നമ്മൾ 3 ചാലൂക്യാസ് പറഞ്ഞു. ബാദാമി ചാലൂക്യ, ഈസ്റ്റേൺ ചാലൂക്യ, വെസ്റ്റേൺ ചാലൂക്യ. ബാദാമി ചാലൂക്യ ഡിക്ലൈൻ ആയതിനു ശേഷമാണ് വെസ്റ്റേൺ ചാലൂക്യ ഏകദേശം ആ ഒരു റീജിയനിൽ ഡെവലപ്പ് ആവുന്നത്. ഇനി ഇവരുടെ ഡിക്ലൈന് ശേഷമാണ് രാഷ്ട്രകൂടാസ് എമർജ് ആവുന്നത്. നോക്കാം, ഇതാണ് നമ്മുടെ ചാലൂക്യന്മാരുടെ ഏരിയ. ഇത് ലേറ്റ് ഗുപ്താസ് ഇവിടെയാണ് നമ്മുടെ ഹർഷൻ്റെ എംപയർ വരുന്നത്. ഇവിടെ നമുക്ക് ചാലൂക്യാസ്, ഇത് താഴെ ഇവിടെ പല്ലവാസ്, ദെൻ ചേരപാണ്ഡ്യാസ്. ഇനി പല്ലവാസ് ഓഫ് കാഞ്ചി.
അതായത് നമ്മൾ താഴെ കാണിച്ച ഇതാണ് നമ്മുടെ കാഞ്ചീപുരം ബേസ് ചെയ്തിട്ടുള്ള പല്ലവാസ്. Possibly the Pallavas were the local tribe who established their authority in the Tondai Mandalam or the land of creepers. Pallava king Narasimhavarman, അതായത് 630 തൊട്ട് 668 AD occupied Chalukyan capital Vatapi about 642 AD and assumed the title Vadapikonda, that is conqueror of Vatapi. Pallavas were instrumental in spreading Indian culture in Southeast Asia. ഇത്രയാണ് പല്ലവാസിനെ പറ്റി പറയാനുള്ളത്. After the decline of Sangam age in Tamil country, the Kalabra rule lasted for 250 years. നമ്മൾ 2.5 century പറഞ്ഞിരുന്നു. Thereafter, the Pallavas established their kingdom in Tondai Mandalam with its capital at Kanchipuram. Their rule continued till Tondai Mandalam was captured and annexed by the Imperial Cholas in the beginning of 10th century AD. Imperial Cholas വന്ന് നമ്മുടെ ഈ ഒരു തൊണ്ടൈ മണ്ഡലം ക്യാപ്ചർ ചെയ്യുന്ന അത്രയും കാലം നമ്മുടെ പല്ലവാസിൻ്റെ ഭരണം ഉണ്ടായിരുന്നു. ഇനി ആ കാലത്ത് ഉള്ള മാപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ ചാലൂക്യാസ് മാറി അവിടെ രാഷ്ട്രകൂടാസ് എമേർജ് ചെയ്തു. നോർത്തിൽ നമുക്ക് പ്രതിഹാര ഡൈനാസ്റ്റി, അതായത് ഗുജാര പ്രതിഹാര എന്ന് പറഞ്ഞ് പ്രതിഹാര ഡൈനാസ്റ്റി എമേർജ് ആവുന്നു. ഈസ്റ്റിൽ പാല ഡൈനാസ്റ്റി എമേർജ് ആവുന്നു. ഗുജാര പ്രതിഹാരാസ് നോർത്തിൽ മൊത്തം ഉണ്ടാവുന്നു. ഈ ഒരു ഈസ്റ്റേൺ റീജിയനിൽ പാലാസ്, ഡെക്കാൻ റീജിയനിൽ രാഷ്ട്രകൂടാസ്, ദെൻ ചോള എംപയർ. ആ ഒരു പല്ലവാസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇമ്പീരിയൽ ചോളാസ് വരുന്നു. അപ്പം നോക്കുക, ഇത് ടൈം എന്ന് പറഞ്ഞാൽ 913 CE ആണ്. അപ്പം നമുക്ക് ഗുജാര പ്രതിഹാരാസ് അല്ലെങ്കിൽ പ്രതിഹാരാസ് എന്ന് പറഞ്ഞാൽ ഏത് കിങ്ഡം നോക്കാം. Gujara Pratiharas who ruled western India and the upper Gangetic plains till the middle of 10th century. The kingdom was founded by Harichandra in Jodhpur. That is southwestern Rajasthan area is Jodhpur. The dynasty gained importance in the second quarter of the 8th century during the rule of Nagabhatta I. From 1000 AD onwards, Pratiharas became weak due to internal conflict and a rise in feudal lords. This led to fragmentation of Rajputs. ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കാരണം പ്രതിഹാരാസ് പതുക്കെ വീക്ക് ആവുന്നു. എന്നിട്ട് പതുക്കെ അവിടുത്തെ ഒരു ഫ്യൂഡൽ ലോഡ്സ് അവരെല്ലാം പതുക്കെ എമേർജ് ചെയ്ത് വരുന്നു ഏകദേശം 1000 AD ആവുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുന്ന കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജാര പ്രതിഹാരാസ് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് പരമാസ്, സൊളങ്കി, ചണ്ടേല, ഗഡ്വാല ആൻഡ് ചൗമനാസ് ഓർ ചൗഹാൻസ്. അപ്പോൾ ഇത്രയും 5 കിങ്ഡംസ് ഗുജാര പ്രതിഹാരാസിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പരമാസ്, സൊളങ്കീസ്, ചണ്ടേലാസ്, ഗഡ്വാല ആൻഡ് ചൗഹാൻസ്. അടുത്താണ് പാലാസ് ഓഫ് ബംഗാൾ. 8th century CE ഗോപാലയാണ് ഈ ഒരു പാല ഡൈനാസ്റ്റി ആരംഭിക്കുന്നത്. This kingdom include Bengal and Bihar region. Important cities of the Pala dynasty include Padaliputra, Ramvadi, Monkyar and Vikrampura, Tamralipati and Jagadala. The areas of Bihar and modern East UP remained a bone of contention between Palas, the Pratiharas and Rashtrakutas. Palas were patrons of Buddhist. ഇവർ ബുദ്ധിസ്റ്റ് ഇതിൻ്റെ പാട്രോൺസ് ആയിരുന്നു. അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് നളന്ദയിലും വിക്രമശിലയിലും ഉള്ളത്. ദെൻ സേന ഡൈനാസ്റ്റി ഡിസ്ട്രോയിഡ് ദ പാല എംപയർ ഇൻ 12th century. ഈ പാല കിങ്ഡത്തിന് ശേഷം അവിടെ വരുന്നതാണ് സേന കിങ്ഡം അല്ലെങ്കിൽ സേന ഡൈനാസ്റ്റി. ഏകദേശം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ആ സമയത്ത് ഏകദേശം 1000 AD സമയത്തുള്ള മെയിൻ കിങ്ഡം. നോർത്തിൽ നമുക്ക് ഗുജാര പ്രതിഹാര, സൗത്ത് അല്ലെങ്കിൽ ഡെക്കാൻ റീജിയൻ രാഷ്ട്രകൂട, ഈസ്റ്റിൽ പാലാസ്. ഇനി നമുക്ക് രാഷ്ട്രകൂടാസ് നോക്കാം. ഏകദേശം 755 മുതൽ 975 AD വരെയാണ് ഇവരുടെ ഒരു പീരീഡ് പറയുന്നത്. രാഷ്ട്രകൂടാസ് were the Kannada origin and Kannada language was their mother tongue. Dandidurga was a founder of Rashtrakuta dynasty. They defeated the Gujaras and captured Malwa from them. ദണ്ഡിദുർഗനാണ് രാഷ്ട്രകൂടാസിലെ മെയിൻ ആയിട്ടുള്ളൊരു ഫൗണ്ടർ. ദെൻ ദേ വർ ഫ്യൂഡേറ്ററീസ് ഓഫ് ചാലൂക്യാസ് ആൻഡ് ഹാഡ് ദെയർ ക്യാപിറ്റൽ അറ്റ് മന്യകേത ഓർ മാൽഖേത് നിയർ ഷോലാപൂർ. ഷോലാപൂർ ഏരിയയിലുള്ള
മാൽക്കേതാണ് ഇവരുടെ ക്യാപിറ്റൽ. ഇവർ ചാലൂക്യന്മാരുടെ ഒരു ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. പിന്നീടാണ് ഇവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. They fought against the Pallavas of Kanchi, Pandyas of Madurai, and Eastern Chalukyas of Vengi. And he annexed the Chalukyan kingdom by defeating Krithivarman II. Thus, the Rashtrakuta became paramount power in Deccan. ഡെക്കാനിൽ അവർ ഒരു ചാലൂക്യന്മാരുടെ ഫ്യൂഡേറ്ററീസ് ആണെങ്കിൽ കൂടെ പതുക്കെ അവർ ചാലൂക്യൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഒരു കിങ്ഡം അനക്സ് ചെയ്തെടുക്കുകയാണ് ബൈ ഡിഫീറ്റിംഗ് കൃതിവർമ്മൻ II. ഇതാണ് രാഷ്ട്രകൂടാസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ആ സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ നോക്കുക. ചോള, പാണ്ഡ്യ, ഹൊയ്സാല. ഇനി ഈ സമയത്താണ് നമ്മൾ പോസ്റ്റ് ഗുപ്തൻ പീരീഡ് കഴിഞ്ഞു. നമ്മൾ ആ ഒരു സീരീസിൽ ഗുജാര പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, പാലാസും കഴിഞ്ഞു. ഇനി ഈ ഒരു സമയത്താണ് നമുക്ക് വെസ്റ്റ് സൈഡിൽ നിന്നുള്ള ഇൻവേഷൻസ് വരുന്നത്. അതായത് നമ്മുടെ ഒരു പേർഷ്യൻ എന്നൊക്കെയുള്ള കുറച്ച് മുസ്ലിം കിങ്ഡംസിൻ്റെ ഇൻവേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻവേഡ് ചെയ്ത് വരുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. He made 17 raids into India during the period 1000 തൊട്ട് 1027 CE വരെ ഏകദേശം 17 റെയ്ഡ് അദ്ദേഹം നടത്തുന്നുണ്ട്. The initial raids were against the Hindu Shaki kingdom, in which its king Jayabala was defeated in 1001. 1021 he attacked on Somnath, the famous holy town in the coast of Kathiawar, and it was a beautiful temple possessed enormous wealth. അതായത് ആ സോംനാഥ് ടെമ്പിൾ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു, അവിടുന്ന് കുറേ വെൽത്ത് ഒക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. His conquest of Punjab and Multan completely changed the political situation in India. He paved the way for the Turks and Afghans for further conquest and make deeper incursions into the Gangetic Valley at any time. അപ്പോൾ ഇദ്ദേഹം പഞ്ചാബ്, മുൾട്ടാൻ റീജിയനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺക്വസ്റ്റ് നടത്തിക്കൊണ്ട് പോകും. ഒരുപാട് ലൂട്ട് ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ്. പുതിയൊരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും മുഹമ്മദ് ഗസ്നിക്ക് താല്പര്യം ഇവിടെ നിന്നുള്ള വെൽത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകലായിരുന്നു. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ ബൗണ്ടറി എന്നുള്ളത് പതുക്കെ വീക്കായി. പിന്നീടുള്ള ഒരു ടർക്കീസിൻ്റെയും അഫ്ഗാൻസിൻ്റെയും ഒരു അറ്റാക്കിന് ഇത് ഈസിയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മുഹമ്മദ് ഓഫ് ഗസ്നീൻ്റെ ആ ഒരു എംപയർ കാണിക്കുന്നത്. ഇറാൻ, ഈ ഒരു റീജിയൻ മൊത്തം അപ് ടു നമ്മുടെ ഡൽഹി വരെയുണ്ട്. അപ്പോൾ ഈ ഗസ്നിക്ക് ശേഷം പിന്നീട് വരുന്നതാണ് നമ്മുടെ മുഹമ്മദ് ഗോറി. അവരുടെ ഗുറീദ് ഡൈനാസ്റ്റി ഇത് പതുക്കെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഫാർ ഈസ്റ്റേൺ ഗംഗ പ്ലെയിനിലേക്കൊക്കെ എക്സ്പാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ഈ വെസ്റ്റേൺ ബൗണ്ടറിയുടെ വീക്ക്നെസ് ആണ് പിന്നീട് വരുന്നവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് എക്സ്പാൻഡ് ആവാനായിട്ട് കാരണമാവുന്നത്. അടുത്താണ് ഗോറി. The Gori started as vassals of Ghazni but became independent after the death of Muhammad Ghazni. ഗസ്നീൻ്റെ ആ ഒരു മരണശേഷമാണ് ഗോറീസ് പതുക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അൺലൈക്ക് മുഹമ്മദ് ഓഫ് ഗസ്നി, he wanted to conquer India and extend his empire in this direction. അദ്ദേഹത്തിന് ഒരു ലൂട്ട് ചെയ്യുന്നതിനല്ല, ഇന്ത്യയിൽ ഒരു എംപയർ സ്ഥാപിക്കുന്നതിനായിരുന്നു ഗോറിക്ക് താല്പര്യം. 1191 മുഹമ്മദ് attacked and captured Badinda, a part of Prithviraj dominion. This led Muhammad to came into direct clash with Prithviraj Chauhan, one of the most powerful Rajput rulers. First battle of terrain in which Gori was defeated. അതായത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനിലാണ്. അതിൽ മുഹമ്മദ് ഗോറി തോൽപ്പിക്കപ്പെടുന്നു, പൃഥ്വിരാജ് ജയിക്കുന്നു. ദെൻ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ 1992 ഒരു വർഷം കഴിഞ്ഞ ശേഷം നടക്കുന്ന ബാറ്റിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നു. After the battle of Terrain, the Muhammad appointed Qutbuddin Aibak, one of his slaves, as the viceroy of Indian province. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള റീജിയൻസിൻ്റെ ഒക്കെ ഒരു അധിപനായിട്ട് കുത്തബ്ദീൻ ഐബക്കിനെ അദ്ദേഹം നിയമിക്കുകയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റി ഇവിടെ ആരംഭമാകുന്നത്, ഈ കുത്തബ്ദീൻ ഐബക്കിൻ്റെ കീഴിലാണ്. നമുക്കിവിടെ ഡൽഹി സുൽത്താനേറ്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്.
ആദ്യം മുഹമ്മദ് ഗസ്നി, ദെൻ മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയാണ് ഇവിടെ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഗസ്നിക്ക് ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യൽ മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ ഡൽഹി സുൽത്താനായിട്ട് ആരംഭിക്കുന്നത്, അതായത് ഇസ്ലാമിക് എംപയർ ഡൽഹി ബേസ് ചെയ്ത് ആരംഭിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു 320 ഇയേഴ്സ്, 1206 മുതൽ 1526 വരെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ പീരീഡ് വരുന്നുണ്ട്. 5 ഡൈനാസ്റ്റീസ് ആണ് ഈ സമയത്ത് റൂൾ ചെയ്യുന്നത്. ഫസ്റ്റ് മാമുൽക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി 1206 മുതൽ 1290 വരെ. ദെൻ ഖിൽജി ഡൈനാസ്റ്റി 1290 മുതൽ 1320 വരെ. ദെൻ തുഗ്ലക് ഡൈനാസ്റ്റി 1320 മുതൽ 1414 വരെ. ദെൻ സയ്യിദ് ഡൈനാസ്റ്റി 1414 തൊട്ട് 1451 വരെ. നോക്കിയറിയാം, സയ്യിദാണ് ഏറ്റവും കുറച്ച് പീരീഡ് ഉണ്ടായിരുന്നത്. ദെൻ ലോധി ഡൈനാസ്റ്റി ഏകദേശം 1451 തൊട്ട് 1526 വരെ. ഇറ്റ് കവേർഡ് ലാർജ് സ്വാത്സ് ഓഫ് ടെറിട്ടറി ഇൻ മോഡേൺ ഡേ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആസ് വെൽ ആസ് സം പാർട്സ് ഓഫ് സദേൺ നേപ്പാൾ. അതായത് ആ ഒരു ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും എല്ലാം ഉൾപ്പെടുന്ന ഏരിയാസിൽ ഇവരുടെ എംപയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ആൻഡ് ലോധി. സ്ലേവ്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. SKTSL എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഡൽഹി സുൽത്താനേറ്റ്സ് ആയി. ഇതാണ് അവരുടെ ആ ഒരു റീജിയൻസ്. ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ ഏരിയാസ്, ദെൻ ഖൽജി, തുഗ്ലക്കിൻ്റെ സമയത്താണ് ഏറ്റവും വലിയ കിങ്ഡം ഉണ്ടാവുന്നത്. ഇത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ബാക്കി കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഡൽഹി സുൽത്താനേറ്റ്. ഏകദേശം 1320 CE, 1320 AD ഉള്ള മാപ്പാണ് ഇത് കാണിച്ചേക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത് ഡെക്കാനിൽ ഹോയ്സാലാസും ഇവിടെ ഈസ്റ്റേൺ ഏരിയാസിൽ ഈസ്റ്റേൺ ഗംഗ ആൻഡ് കക്കത്തിയ കിങ്ഡംസും എമേർജ് ചെയ്തിരുന്നു. താഴെ നമുക്ക് പാണ്ഡ്യാസ്. നമുക്ക് ഹൊയ്സാല ഡൈനാസ്റ്റിനെ പറ്റി നോക്കാം. ഹൊയ്സാല നമ്മുടെ ഡെക്കാൻ റീജിയനിൽ ഉണ്ടായിരുന്നവരാണ്. ഹൊയ്സാലാസ് വെർ ഫ്യൂഡേറ്ററീസ് ഓഫ് ചാലൂക്യാസ് ഓഫ് കല്യാൺ. നമ്മൾ പറഞ്ഞു ചാലൂക്യാസ് ഓഫ് കല്യാൺ എന്നുള്ള സെക്ഷൻ്റെ ഫ്യൂഡേറ്ററീസ് ആണ് ഹൊയ്സാലാസ്. This empire ruled almost all the present-day Karnataka between 11th to 14th century. Their capital was Belur, which was later shifted to Halabidu. ഹൊയ്സാല ഡൈനാസ്റ്റിയിലാണ് നമുക്ക് ആർക്ക് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരുപാട് ഇത് പഠിക്കാനുണ്ട്. Then preceded by Western Chalukyas and succeeded by Vijayanagara Empire. Nripagama II or Sala was the founder of the dynasty. Hoysala dynasty ആരംഭിക്കുന്നത് സാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ് ആണ്. Then Hoysala empire contributed to the growth of both Kannada and Sanskrit literature. അടുത്താണ് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഏകദേശം ഇതേ സമയത്ത് തന്നെയുള്ളതാണ് ഈസ്റ്റേൺ റീജിയണിൽ. ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് ചോത് ഗംഗാസ്. ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ക്യാപിറ്റൽ സിറ്റി വാസ് Kalinganagara or modern day Srimugalingam in Srikakulam district of Andhra Pradesh. Eastern Ganga dynasty claimed lineage from Western Gangas and Chola dynasties. Eastern Ganga dynasty is remembered for building the Sun Temple of Konark. കൊണാർക്കിൽ സൺ ടെമ്പിൾ ഉണ്ടാക്കുന്നത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയാണ്. ജസ്റ്റ് ആ ഏരിയാസും ആ ഒരു പീരീഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, കാരണം നമ്മൾ ഇതിലൊരു ടൈം ലൈൻ മാത്രമാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. Then Kakatiyas. Kakatiya dynasty ruled most of the eastern Deccan region comprising present-day Telangana, Andhra Pradesh and parts of eastern Karnataka and southern Odisha between 12th to 14th century. Their capital city was Orugallu, known as Warangal. ഇപ്പറയുന്നത് വാറങ്കൽ എന്നാണ്. Then early Kakatiya rulers served as feudatories of Rashtrakutas. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആ റീജിയൻ ചാലൂക്യന്മാരുടെ കയ്യിലായിരുന്നു. ചാലൂക്യ 3 സെക്ഷൻ സബ് സെക്ഷൻ ഉണ്ടായിരുന്നു. ആ ചാലൂക്യന്മാർ മാറിയിട്ടാണ് പിന്നെ ഇവിടെ രാഷ്ട്രകൂടാസ് വരുന്നത്. ഈ രാഷ്ട്രകൂടാസ് ആണ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറത്ത് ഹൊയ്സാലാസ് ഇപ്പുറത്ത് കാക്കത്തിയാസും ആവുന്നത്. They were feudatories to Rashtrakutas and Western Chalukya for more than 2 centuries. They assumed sovereignty under Prataparudra I in 1163 CE.
ഗണപതി ദേവ significantly expanded the Kakatiya lands during 1230 and brought under Kakatiya control the Telangana speaking lowland delta areas around the Godavari and Krishna. Ganapati Deva was succeeded by Rudramma Devi in 1262-1289 CE. ഏകദേശം ഇതേ സമയത്ത് വരുന്ന നോർത്ത് ഇന്ത്യൻ കിങ്ഡമാണ് രജപുത് ക്ലാൻ. Rajput kingdom came into existence during the medieval Indian history, which persisted during the period between 8th to 18th century AD. 8th century മുതൽ 18th century AD വരെയാണ് ഇവരുടെ പീരീഡ്. They came into light 36 Rajput clan. The important one being the following. അതായത് 36 രജപുത് ക്ലാൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Palas of Bengal and Rathos of Kanuj, Chandailas of Bundelkhand, Senas of Bengal, Paramaras of Malwa, Sisodias of Mewar, Chauhans of Delhi and Ajmer, Solangis of Gujarat. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള രജപുത്ത് ക്ലാൻസ്. ഇതാണ് അവരുടെ 1400-ലെ ഇന്ത്യയുടെ ഒരു മാപ്പ്. രജപുത്സ് ആണ് വെസ്റ്റേൺ റീജിയൻ, ദെൻ തുഗ്ലക്സ്, ദെൻ നമ്മുടെ ബാഹ്മനി കിങ്ഡം ആൻഡ് വിജയനഗര എംപയർ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ബാഹ്മനി ആൻഡ് വിജയനഗര എംപയർ ആണ്. താഴെയുള്ളത് വിജയനഗർ, മേലെയുള്ളത് ബഹ്മനി. വിജയനഗര എംപയർ. വിജയനഗര or city of victory was the name of both a city and an empire. Empire was founded in the 14th century. ഏകദേശം 1336 AD-യിലാണ് ഹരിഹര ആൻഡ് ബുക്കയാണ് ഈ ഒരു എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഡൈനാസ്റ്റി സംഗമ ഡൈനാസ്റ്റിയിൽ പെട്ട ആൾക്കാരാണ്. They made Hampi as their capital in 1986. ഹംപി ആസ് their capital in 1986-ൽ ഹംപി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടി. It stretched from the river Krishna in the north to extreme south of the peninsula. Vijayanagar Empire was ruled by 4 important dynasties and they are Sangama, Saluva, Tuluva, Aravidu. Sangama, Saluva, Tuluva, Aravidu. ഇതിൽ സംഗമ ഡൈനാസ്റ്റിയിൽ പെട്ട ആൾക്കാരാണ് ഹരിഹര ആൻഡ് ബുക്ക. ഇവരാണ് വിജയനഗര എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്താണ് ബഹ്മനി കിങ്ഡം. ബഹ്മനി കിങ്ഡം ആക്ടഡ് ആസ് ദ കൾച്ചറൽ ലിങ്ക് ബിറ്റ്വീൻ സൗത്ത് ആൻഡ് നോർത്ത്. അതായത് ഏകദേശം ഒരു വിജയനഗര എംപയറിൻ്റെ മേലെയായിട്ടും എന്നാൽ നോർത്തേൺ കിങ്ഡങ്ങളുടെയൊക്കെ താഴെയായിട്ടും ഏകദേശം ഒരു ഡെക്കാൻ റീജിയനാണ് ബഹ്മനിയുടെ മെയിൻ സ്ഥലം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ അലാവുദ്ദീൻ ഹസൻ ബഹുമൻ ഷാ in 1347, റിവോൾട്ടിങ് അഗേൻസ്റ്റ് ഡൽഹി സുൽത്താനേറ്റ് ഓർ മുഹമ്മദ് ബിൻ തുഗ്ലക്. അതായത് നമ്മൾ മാപ്പിൽ നമ്മൾ കാണിച്ചു തുഗ്ലക്കിൻ്റെ സമയത്താണ് ഈ ഒരു 2 കിങ്ഡംസും ഉണ്ടാവുന്നത്. തുഗ്ലക്കാണ് ഇവിടെ നോർത്തിൽ, ഇവിടെ ബഹ്മനി, വിജയനഗർ ഈ സൈഡ്, വെസ്റ്റേൺ സൈഡിൽ രജപുത്സ്. Then Kalimullah was the last king of Bahmani dynasty. Bahmani empire reached its zenith during the time of Muhammad Ghaun, who was the minister of the empire. ഇനി ബഹ്മനി കിങ്ഡം പിന്നീട് ഡിസിഗ്നേറ്റ് ചെയ്ത് പോകുന്നതാണ് നിസാം ഷാഹീസ് ഓഫ് അഹമ്മദ്നഗർ, ആദിൽ ഷാഹീസ് ഓഫ് ബിജാപൂർ, കുത്തബ് ഷാഹീസ് ഓഫ് ഗോൽക്കണ്ട ആൻഡ് ഇമാദ് ഷാഹീസ് ഓഫ് ബെറാർ ആൻഡ് ബരീദ് ഷാഹീസ് ഓഫ് ബിഡാർ. ഈ ബഹ്മനി കിങ്ഡം 5 സബ്സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ആകുന്നു, ഡിസഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇതിന് ശേഷം വരുന്ന മെയിൻ ആയിട്ടുള്ള പാൻ ഇന്ത്യൻ കിങ്ഡം ആണ് മുഗൾ എംപയർ. ദെൻ മുഗൾ എംപയർ വാസ് ഫൗണ്ടഡ് ബൈ ബാബർ. Mughals were also referred to as the Timurids because they were considered descendants of Timur from father's side and Genghis Khan from mother's side. മുഗൾസിനെ തിമൂറിഡ്സ് എന്നാണ് പറയുന്നത്. കാരണം അവർ ഫാദറിൻ്റെ സൈഡ് കൊണ്ട് തിമൂർ ഡിസെൻഡൻസും അമ്മയുടെ സൈഡിൽ ചെങ്കിസ് ഖാൻ്റെ ഡിസെൻഡൻസുമാണ്. From the later half of 16th century, they expanded their kingdom from Agra and Delhi until 17th century they controlled nearly all of the subcontinent. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526-ലെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ബാബർ ഡിസസീവ്ലി ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. അതായത് ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിനെ തോൽപ്പിച്ചിട്ടാണ് ബാബർ ഇവിടെ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മുഗൾ എറ ഇവിടെ ആരംഭിക്കുന്നത് 1526-ലെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ്. ഇതാണ് നമ്മുടെ മുഗൾ എംപയറിൻ്റെ ഒരു മാപ്പ്, ഏകദേശം 1600 AD-യിൽ. അപ്പോൾ നമുക്ക് മുഗൾ എംപയറിലെ മെയിൻ കിങ്സ് ആരൊക്കെയാന്ന് നോക്കാം. ബാബറാണ് ഫസ്റ്റ് ഫൗണ്ടർ 1526 തൊട്ട് 1530 വരെ. ദെൻ ഹുമയൂൺ അദ്ദേഹത്തിൻ്റെ മകൻ
1530 തൊട്ട് 40, ദെൻ 55 തൊട്ട് 56. Then comes Akbar, the most popular ruler among Mughal dynasty. Then Jahangir, അദ്ദേഹത്തിൻ്റെ മോൻ ഷാജഹാൻ. ദെൻ ഔറംഗസീബ്. ഏകദേശം 1707 ആകുമ്പോൾ ഔറംഗസീബിൻ്റെ മരണത്തോടുകൂടെ മുഗൾ എംപയർ വീക്കാവുന്നു. അപ്പോൾ അതൊക്കെ ഓരോ റീജിയണൽ കിങ്ഡംസ് എമേർജ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് മറാത്ത എംപയർ. അതുപോലെ തന്നെ ബംഗാളിൽ നവാബ് ഓഫ് ബംഗാളിൻ്റെ കീഴിൽ വലിയൊരു കിങ്ഡം എമർജ് ആവുന്നു. മൈസൂരിൽ ഒരു കിങ്ഡം എമർജ് ആവുന്നു. മറാത്താസ് പതുക്കെ ഫുള്ള് എക്സ്പാൻഡ് ആവും. ഇവിടെയും ഒരു സിഖ് എംപയറും എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് മറാത്താസിൻ്റെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഡീവൽ ഹിസ്റ്ററി അവസാനിപ്പിക്കാം. ദെൻ ശിവാജി മഹാരാജ് 1627 തൊട്ട് 1680 വരെ. ഹി ക്രിയേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് മറാത്ത കിങ്ഡം വിത്ത് റായ്ഗഡ് ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഹി ഡിഫീറ്റഡ് മുഗൾസ് ഇൻ ബാറ്റിൽ ഓഫ് സൽഹേർ ഇൻ 1672. ദെൻ ഇദ്ദേഹത്തിൻ്റെ മകൻ ഷാഹു 1707 തൊട്ട് 1749 വരെ. ഷാഹുസ് റീഗൻ സോ ദ റൈസ് ഓഫ് പെഷവാസ്. ഈ ഒരു ഷാഹുവിൻ്റെ സമയം തൊട്ടാണ് പെഷവാസ്, അതായത് അവരുടെ മെയിൻ മന്ത്രിമാർ രാജ്യകാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങി. പെഷവാസിൻ്റെ ഒരു റൈസ് ഉണ്ടാകുന്നത് ഷാഹുവിൻ്റെ കിങ്ഡത്തിൻ്റെ സമയത്താണ്. ദെൻ ബാലാജി വിശ്വനാഥ്, അതാണ് ഫസ്റ്റ് പെഷവ 1713 തൊട്ട് 1818 വരെ. ദെൻ ബാജിറാവു 1 1720 തൊട്ട് 40 വരെ. മറാത്ത പവർ റീച്ച്ഡ് ഇറ്റ്സ് സെനീത്ത് അണ്ടർ ബാജിറാവു 1. His several expeditions in the north weakened the Mughal and made Maratha supreme power in India. അതായത് 1707 ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം മുഗൾസ് പതുക്കെ വീക്കാവാൻ തുടങ്ങി. ആ സമയത്ത് ഈ ബാജിറാവു 1ൻ്റെ നേതൃത്വത്തിലുള്ള മറാത്ത പവർ പതുക്കെ മുഗൾസിനെ അറ്റാക്ക് ചെയ്ത് ഒരു സുപ്രീം പാൻ ഇന്ത്യൻ കിങ്ഡം ആയിട്ട് മറാത്താസിനെ മാറ്റുന്നുണ്ട്. ദെൻ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ലെഡ് ടു ദ എൻഡ് ഓഫ് മറാത്ത എംപയർ. ഓൾ ദ മറാത്ത പവർ സറണ്ടേർഡ് ടു ബ്രിട്ടീഷ്. അതായത് ഈ ഒരു മറാത്ത കിങ്ഡം 1770 ആകുമ്പോഴേക്കും ഫുള്ള് എക്സ്പാൻഡ് ആവുന്നുണ്ട്. പക്ഷേ അവസാനം ഈ ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ആംഗ്ലോ മറാത്ത വാറിൽ, തേർഡ് ആംഗ്ലോ മറാത്ത വാറിൽ ഫുൾ മറാത്ത എംപയർ ബ്രിട്ടീഷിന് സറണ്ടർ ചെയ്യുന്നു. ഇതാണ് 1739 മറാത്ത എംപയർ. ദെൻ 59 ആയപ്പോഴേക്കും ഇത്രയും വലിയൊരു എംപയർ ആയിട്ട് മാറുന്നുണ്ട്. 1757 മറാത്ത ഇത്രയാണ് മറാത്ത കോൺഫെഡറേറ്റ്. ഇവിടെ ഒരു ബംഗാളിൽ ഒരു സെപ്പറേറ്റ് കിങ്ഡം. ദെൻ ഹൈദരാബാദ്, കർണാട്ടിക്, ഇവിടെ മൈസൂർ ഒരു കിങ്ഡം. ഇതാണ് 1755 ഒരു മറാത്ത എംപയർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ടൈം ലൈനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.